എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. അനുവിൻ്റെ ഫാൻസ് തന്നെ ഹേറ്റേഴ്സായി മാറിപ്പോകുമോ എന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ അനു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇത്രയും പ്രേക്ഷകരുടെ മുന്നിൽ അനു ഒരു സ്ത്രീയെ മോശപ്പെടുത്തി സംസാരിച്ചിരിക്കുകയാണ്. അനുവിന് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ പറ്റി അനു സംസാരിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പുതപ്പിനടിയിൽ നടന്ന സംഭവം അനു എങ്ങനെയാണ് ഇത്ര ഷുവറായിട്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ അതിനെ അനു പ്രസന്റ് ചെയ്ത ഒരു രീതി ഭയങ്കര മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് രാവിലത്തെ ലൈവിലും അനു പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞ ഒരു രീതിയിൽ തന്നെ അനു ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അനു പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന നമ്മുടെ ജിഷിൻ ഒരു പുതപ്പെടുത്തുകൊണ്ട് വന്ന് അതിനെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അതും വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. വളരെ തരം താണ രീതിയിലാണ് ജിഷിൻ അതിനെ അനുകരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ജിഷിൻ ഈ ഒരു സമയത്ത് എനിക്ക് റെസ്പെക്ട് തോന്നിയത് നമ്മുടെ അക്ബറിനോടാണ്. ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അക്ബർ അവിടെ നിൽക്കാതെ എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു അക്ബറിനോട് നമുക്ക് പൊതുവെ ഇത്രയും ദിവസത്തിലെ ഒരു ഗെയിമിൽ നമുക്ക് അക്ബറിനോട് ഒരു ദേഷ്യം തോന്നിയിരുന്നതായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അക്ബറിനോട് തോന്നിയ ആ ദേഷ്യമൊക്കെ മാറിയിട്ട് ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക് തോന്നിയത്. ഈ ഒരു വിഷയത്തിൽ ആര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഓവർ റിയാക്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജിസേലിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ വളരെ കാമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ജിസേൽ പെരുമാറുന്നതെന്ന് നമുക്കറിയത്തില്ല. ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഇടപെടുന്ന നമ്മുടെ ബിഗ് ബോസ് ഈ ഒരു വിഷയത്തെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ ഒരു വിഷയത്തിലോട്ട് ഇടപെട്ടിട്ടുമില്ല. അതെന്താ ഇടപെടാത്തതെന്ന് നമുക്കറിയത്തില്ല. ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്നാണ് പല സോഷ്യൽ മീഡിയകളും പറയുന്നത്. ലാലേട്ടൻ ഇത്തരത്തിലൊരു നാണംകെട്ട കേസിലോട്ട് സംസാരിക്കേണ്ട, ഇടപെടേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്നും ചർച്ചയാവുന്നതെന്നും നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.